ഇതിന്റെ ഗിയർ എങ്ങനെയാണ് മാം എന്ന് പറഞ്ഞു വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി എന്നോട്. ഇപ്പൊ കിടക്കുന്ന ഏതിലായിരിക്കും? ഇത് പാർക്കിങ്ങില്. അതെന്തിനുള്ളതായിരിക്കും? പാർക്ക് ചെയ്തിടാനായിട്ട്, നിർത്തി ഇടാനായിട്ട്. ഡ്രൈവറിന് വണ്ടി ഒരു സ്ഥലത്ത് ഇട്ടിട്ട് പുറത്തിറങ്ങാൻ വേണ്ടിട്ടാ, സേഫ് ആയിട്ട് ഉരുണ്ട് പോവാതെ നിർത്തി വയ്ക്കാനാ. പിന്നെ ഏതാ ഉള്ളത്? പിന്നെ റിവേഴ്സ്. പിന്നെ N എന്ന് പറയുന്നത് ന്യൂട്രൽ, D എന്ന് എഴുതിയിരിക്കുന്നത് ഡ്രൈവ്, S എന്നുള്ളത് സ്പോർട്സ് മോഡാണ്, അല്ലെങ്കിൽ സീക്വൻഷ്യൽ ഷിഫ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. എസ്സിലാക്കി കഴിഞ്ഞാൽ മാമിന് ഈ പ്ലസും മൈനസും ഉപയോഗിക്കാം. മാനുവലായിട്ട് ഗിയറിനെ പ്ലസ് ചെയ്യാം മൈനസ് ചെയ്യാൻ ചെയ്യാം. ഓക്കെ. D എന്ന് പറഞ്ഞ മോഡിലാണ് കിടക്കുന്നതെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക് ഗിയർ അപ്പ് ഷിഫ്റ്റും ചെയ്തോളും ഡൗൺ ഷിഫ്റ്റും ചെയ്തോളും. വേഗത കൊടുക്കുന്നതനുസരിച്ച് ഗിയർ പ്ലസ് ആവുകയും ചെയ്തോളും മൈനസ് ആവുകയും ചെയ്തോളും. ഈ സീക്വൻഷ്യൽ ഷിഫ്റ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ മാനുവലായിട്ട് മാമിന് ഇത് പ്ലസ് ചെയ്യാൻ ചെയ്യാം മൈനസ് ചെയ്യാൻ ചെയ്യാം. ആ, മാമിന് ഇപ്പൊ സ്ഥിരമായിട്ട് ഒരു ഗിയറിൽ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ S മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. എന്നിട്ട് പ്ലസോ മൈനസോ ഉപയോഗിച്ച് ഏത് ഗിയർ ആണോ വേണ്ട അത് ചൂസ് ചെയ്യുക. അതിൽ സ്ഥിരമായിട്ട് വണ്ടിയെ നിർത്താൻ പറ്റും. ഓക്കെ. കൂട്ടുന്നതെല്ലാം മാം മാനുവലായിട്ട് കൂട്ടേണ്ടി വരും. ഈ പ്ലസിലേക്ക് ഇങ്ങനെ പ്ലസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ല? ബ്രേക്ക് ഔട്ടി പിടിച്ചോ. പിടിച്ചിട്ടുണ്ടോ? ഇനി അത് വിടരുത് ഞാൻ പറയാതെ. ഇതാ നോക്ക്, റിവേഴ്സ് മോഡായി. ഓക്കെ. ന്യൂട്രൽ മോഡായി, ഡ്രൈവ് മോഡിലായി വണ്ടി. ഇപ്പം വേണ്ട D എന്ന് വന്നാ വേണ്ട. ഇപ്പൊ തൊട്ട് മാം ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് ഇതിന്റെ ഗിയർ പ്ലസ് ആയിക്കൊണ്ടിരുന്നോളൂ. ഓക്കെ. ഇത് നോക്ക്, S മോഡിലേക്ക് മാറി, 4th ഗിയറിലാണ് ഇപ്പൊ കിടക്കുന്നത്. ഇത് കണ്ട, ഞാൻ മൈനസ് ചെയ്ത് 3rd ഗിയർ ആയി. താഴേക്ക് അവിടെ നോക്കിയോ, 3 എന്ന് കിടക്കുന്നുണ്ട്, S3 എന്ന്. ഇപ്പൊ 3rd ഗിയറിലാ വണ്ടി. അതായത് നോക്കിയോ, മൈനസ് ചെയ്ത് 2 ആയി, മൈനസ് ചെയ്ത് 1 ആയി. ഇപ്പൊ ഫസ്റ്റ് ഗിയറിലാ വണ്ടി. ഇനി ഞാൻ ഇങ്ങനെ പ്ലസ് ചെയ്യുന്നത് വരെ 2nd ഗിയർ വീഴില്ല. ഇപ്പൊ മൈനസ് ആയി. കിട്ടിയാ? അതാണ് സീക്വൻഷ്യൽ ഷിഫ്റ്റ്, അല്ലെങ്കിൽ സ്പോർട്സ് മോഡ് എന്നൊക്കെ പറയും. ഇത് മാനുവലായിട്ട് യൂസ് ചെയ്യേണ്ടി വന്നാൽ, അതങ്ങനെ യൂസ് ചെയ്യേണ്ടി വരും ചില സമയത്ത്. ഈ ഹിൽ ഏരിയയിലെല്ലാം പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ മാനുവലായിട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. അതിനാണ് S എന്ന് പറഞ്ഞ മോഡ്. ഇത് D. നോർമലി ഈ വണ്ടി തന്നെ അപ്പ് ഷിഫ്റ്റ് ചെയ്തോളും. ഇനി അത് കൂടാതെ മാമിന് ഇത് ഇവിടെ ഒരു പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്, മൈനസും പ്ലസും. ഈ പ്ലസും മൈനസും എന്താണോ അതിന് തന്നെയാണ് അതും. എസ്സിലേക്ക് മാറാതെ മാമിന് അവിടെ യൂസ് ചെയ്യാം പ്ലസും മൈനസും. ഇപ്പൊ പെട്ടെന്ന് ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നാൽ മാമിന് മൈനസ് ഉപയോഗിച്ച് മൈനസ് ചെയ്യാൻ പറ്റും, ഇതിലോട്ട് മാറാതെ തന്നെ. ഓക്കെയാണ്? ഉറപ്പിച്ച? ന്യൂട്രല്, പാർക്കിംഗ് മോഡ്. ഇനി ഈ വണ്ടി മുന്നോട്ട് പോകാൻ ആക്സിലേറ്റർ വേണ്ടി വരുമോ? വരില്ല. ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്താൽ അല്ലെങ്കിൽ റിവേഴ്സ് മോഡ് സെലക്ട് ചെയ്തിട്ട് ബ്രേക്ക് ലൂസ് ചെയ്താൽ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങിക്കോളും. വേഗതയ്ക്ക് വേണ്ടി മാത്രം നമുക്ക് ആക്സിലേറ്റർ വേണ്ടത്. ഓക്കെയാണോ? നീങ്ങാ നമുക്ക് ഇവിടുന്ന്. നേരത്തെ ഒരു കാര്യം ഹിൽ ഹോൾഡിന്റെ കാര്യം പറഞ്ഞില്ല, അതെന്തോന്ന് വ്യക്തമായിട്ടൊന്ന് പറയാം. ഈ വണ്ടികൾക്ക് പ്രശ്നമില്ല. ഇല്ല, ഇതിന് ഹിൽ ഡിസെന്റ് കൺട്രോൾ ഉണ്ട്, ഹിൽ ഹോൾഡ് ഉണ്ട്. കയറ്റത്തിൽ പോയാൽ ചില ഓട്ടോമാറ്റിക് വണ്ടി നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ പുറകിലേക്ക് ഇറങ്ങി വരും. ഈ വണ്ടികൾ അങ്ങനെ വരില്ല. ഇതിന് ഹോൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് തന്നെ അവിടെ നിന്നോളും, താഴേക്കും വരില്ല മുന്നോട്ടും പോകില്ല. എത്ര നേരം വണ്ടി ഹോൾഡ് ചെയ്തോളും. പഴയത് പറയുന്ന പോലെ 3 സെക്കൻഡ് അല്ല. ഇല്ല, 3 സെക്കൻഡ് ഒന്നും അല്ല. ഇത് അവിടെ നിന്നോളും. ഇത് വണ്ടി ഇറങ്ങുമ്പോഴും ഇത് ഗിയർ പ്ലസ് ആവത്തൊന്നുമില്ല. വണ്ടി ഏതാണ് ഇത്? ഫോർച്യൂണർ ആയതുകൊണ്ടായിരിക്കും അല്ല. നല്ല മോഡേൺ വണ്ടികൾക്കെല്ലാം അങ്ങനത്തെ ഫീച്ചറുകളുണ്ട്. മറ്റേ ലോ ബഡ്ജറ്റ് വണ്ടിക്കെല്ലാം ഇല്ലാത്ത. പോവാം നമുക്ക്. എന്ത് ചെയ്യണം? ഇപ്പൊ ഓണാക്കി, ഇപ്പൊ ഓഫായിട്ടില്ല. ഒന്നുകൂടെ പ്രസ് ചെയ്തോണ്ട് താഴേക്ക് കൊണ്ടുപോകും. ഇപ്പൊ ഓഫായി. ഇവിടെ ഒരു റെഡ് കളറിലെ കൈ ഒന്ന് മാറ്റിക്കാൻ. ഇത് കണ്ട, ഈ പാർക്കിംഗ് ബ്രേക്ക് ഓൺ ആണെന്ന് അറിയിക്കാനാണ് ആ ലൈറ്റ് തെളിഞ്ഞ് കിടക്കുന്നത്. മാം ഇതൊന്ന് ഓഫ് ചെയ്തേ. ഇപ്പൊ അത് ഓഫായി. കിട്ടിയാ? വണ്ടിയിൽ എപ്പോൾ കയറി മുന്നോട്ട് എടുക്കാൻ ശ്രമിച്ചാലും ഇതിനകത്ത് എന്തെങ്കിലും വാർണിംഗ് ലൈറ്റുകൾ തെളിഞ്ഞ് കിടപ്പുണ്ടോ എന്ന് നോക്കിക്കോണം. ഓക്കെ. അങ്ങനെ റെഡ് കളറിൽ എന്തെങ്കിലും ഒരു ലൈറ്റ് തെളിഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ അതിനർത്ഥം അത് ഓഫ് ചെയ്യാതെ വണ്ടി മുന്നോട്ട് കൊണ്ടുപോരുന്ന. ഇപ്പൊ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, കണ്ട? അത് ഇടിയിക്കാതെ വണ്ടി മുന്നിലേക്ക് കൊണ്ടുപോകാതിരിക്കലാണ് മാമിന്റെ ഉത്തരവാദിത്തം. പോവാം നമുക്ക്. ഇനി എന്ത് ചെയ്യണം? ഈ ഗിയർ എങ്ങോട്ടോ ഷിഫ്റ്റ് ചെയ്യണം. മാറ്റിക്കോ ഡ്രൈവിലേക്ക്. ഇപ്പൊ ന്യൂട്രലായി, ഇപ്പൊ ഡ്രൈവിലായി. ഇപ്പൊ ന്യൂട്രലാണ്. ഒന്നുകൂടെ താഴേക്ക് വന്നാൽ ഡ്രൈവ് ആവും. ഇപ്പൊ ഡ്രൈവ് ഇതാ അവിടെ D എന്ന് വന്ന കണ്ട, N എന്ന് വന്ന കണ്ട, റിവേഴ്സ് 6 വന്ന കണ്ട. മാം ഒന്ന് ഡ്രൈവിലേക്ക് ആക്കിക്ക്. അത് ന്യൂട്രല്.
കണ്ട ഇപ്പൊ നോക്കി ഡ്രൈവ്, വണ്ടി പോകാൻ റെഡിയായി. ഓക്കെ. ഇനി നമ്മൾ ഈ വണ്ടി മുന്നിലേക്ക് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം മാം? മിറർ നോക്കണം. ആ, മിറർ നോക്കിയിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടണം. ഇട്ട് ഇനി വണ്ടി എങ്ങോട്ട് മാറണമെന്നറിയാലോ. ആ, പതുക്കെ പതുക്കെ ഒന്ന് മൂവ് ചെയ്ത് നോക്ക്. പേടിച്ചാണോ ഇരിക്കുന്നത്? എന്തിന് വട്ടം കറക്കണ്ട മാം. അവിടെ നിൽക്കട്ടെ, ഒന്നോടെ നിൽക്കട്ടെ. ആ 2 വീലറും കൂടെ പോട്ടെ, പുറകിൽ നിന്ന് 2 വീലർ വരുന്നില്ലേ? ഇനി പോവാ? ആ, അത് പോയിട്ട് പോയാൽ മതി മാം. എപ്പോൾ കംഫർട്ട് ആവുന്നു അപ്പോൾ പോയാൽ മതി. ഇനി പോവാ? ആ, ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കും. ഫ്രണ്ടിലെ വിഷ്വൽ എടുക്കിനി. വണ്ടി ഓൾറെഡി റോഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ലൂസ് ചെയ്തു. ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്ക്. ഇനി പുറകിലേക്ക് നോക്കി ഇരിക്കരുത്, വണ്ടി ഓൾറെഡി റോഡിൽ ഇറങ്ങി. ഇനി പതുക്കെ ഒന്ന് ആക്സിലേറ്റർ കൊടുത്ത് പോട്ടെ. പുറകിലേക്ക് നോക്കി ഇരിക്കരുത്. മുന്നിലൊരു വളവാണ്, കാലെവിടെ വരണം. ആ, വെറുതെ ഒന്ന് കീപ്പ് ചെയ്തോ. എന്നിട്ട് മാം ആ വളവ് ടേൺ ചെയ്തു വാ. ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്ക്. കണ്ടാ? ചെറിയ വണ്ടി ഓടിക്കാനെക്കാട്ടി സുഖമല്ലേ അല്ലേ മാം? ആ, അതാണ് ഇതിന്റെ ഒരു വലിയ വാഹനത്തിൽ ചെല്ലുമ്പോ ചെറിയ വാഹനമെല്ലാം നമുക്ക് വേണ്ടി വഴി മാറി തരും. കുറച്ച് ദിവസം ഓടിച്ചോണ്ടിരുന്ന ഈ 2 ദിവസം അവിടെ ഒന്നും ആ പ്രശ്നം കാരണം പുള്ളിയാണ് പറയുമ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ട് ഞാൻ അങ്ങ് കയറി പോയി വീട്ടിലേക്ക്. പിന്നെ ഞാൻ എടുത്തില്ല. സാർ ആദ്യമേ പറഞ്ഞു അവള് വണ്ടി ഓടിക്കും, ഞാനാണ് പേടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. മാമിന് ഒരു ടിപ്സും ഞങ്ങൾ നോക്കിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓടിച്ചിട്ട് പോകാം. ഒന്ന് കുറച്ചാൽ മതി മാം. പുറകോട്ടുള്ള ആ, നമ്മൾ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. സാറ് പറഞ്ഞ പോലെ ഇത് ടേൺ ചെയ്യാനും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ മാമിനെ ഞാൻ നോക്കിട്ട്. വണ്ടി ഇത്തിരി ഹെവി സൈസാണ്. അപ്പൊ അതിനെ മാനേജ് ചെയ്യുമ്പോ, ചെറിയ വഴിയിൽ മാനേജ് ചെയ്യുമ്പോ ഒന്ന് കൺട്രോൾ ചെയ്താൽ മാത്രം മതി. വന്ന സ്പീഡില് തിരിക്കുകയും വളയ്ക്കുകയും ചെയ്യാതെ വേഗത ഒന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് തിരിക്കുകയും വളയ്ക്കുകയും ചെയ്താൽ മാമിന്റെ മനസ്സിനൊപ്പം ഈ വണ്ടി നീങ്ങും. ആ മുഖത്തെ എക്സ്പ്രഷൻ കൂടെ മാറ്റിയേരും. ആ ചേട്ടനെ ഇപ്പൊ നമ്മള് ചെളിയിൽ കുളിപ്പിക്കില്ല. ആട്ടെ, വലിഞ്ഞു കയറാതിരുന്നാ മതി. നേരാ ഞാൻ റോഡിലേക്ക്. ഞാൻ എന്തിനാ പേടിപ്പിക്കുന്നത് മാം? പതുക്കെ പതുക്കെ കയറിയാൽ മതി. പതിയെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി കയറിക്കോളും. അത്രേ ഉള്ളൂ. സമയം എടുത്ത് ചെയ്താൽ മതി. ഇതെല്ലാം അവിടെ നിർത്ത് നിർത്തിയ റിവേഴ്സ് എടുത്ത് എനിക്ക് ആ റോഡിലേക്ക് ഒന്ന് ഇട്ട് തന്നെ വണ്ടി. ന്യൂട്രല്, ബ്രേക്ക് ഒന്നും ലൂസ് ചെയ്യരുതേ. റിവേഴ്സ് ഇതേണ്ട, ക്യാമറ ഓൺ ആയി. റിവേഴ്സും വന്ന് ഈ വണ്ടിക്ക് തന്നെ മാം ടോപ്പിൽ നിന്നുള്ള വ്യൂ 360 അത്. ഈ വണ്ടിയുടെ 2 സൈഡും മാമിന് കാണാം, ബാക്ക് കാണാം, ഫ്രണ്ട് കാണാം. ഓക്കെ ആണ്? നേരെ ബാക്കിൽ നിന്നുള്ള വ്യൂ. സ്റ്റിയറിംഗ് ഒന്ന് നേരെ ആക്കി വെച്ച് നേരെ. ഓക്കെ, ഇത് നോക്ക്. സ്റ്റിയറിംഗിന്റെ പൊസിഷനാണ് ഈ യെല്ലോ ലൈനിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, യെല്ലോ ലൈനിൽ കാണിച്ചിരിക്കുന്നത് സ്റ്റിയറിംഗിന്റെ പൊസിഷൻ. അതായത് വണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് മാമിന് ഒരു ഐഡിയ കിട്ടാനാ. ഇപ്പൊ എനിക്ക് ഇവിടെയാണ് വരേണ്ടതെന്ന് വിചാരിക്കും ഈ വണ്ടിയും കൊണ്ട്. മാം റൈറ്റിലേക്കും തിരിച്ച് ആ യെല്ലോ ലൈനെ ഇങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്താൽ മതി. കണ്ട, എനിക്ക് വരേണ്ടത് ഇവിടെയാണ്, ഇവിടെ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ ആ ലൈനെ അങ്ങോട്ടൊന്ന് പ്ലേസ് ചെയ്ത് വെക്കുക. അങ്ങോട്ടാണ് ആണ്. എന്നിട്ട് മാം ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കണം. ഇത് ഇങ്ങോട്ട് തന്നെയാണോ അതോ കൂടുതൽ സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തേ ബാക്കിലേക്ക്. വരട്ടെ വന്നോട്ടെ അവിടെ നിർത്ത്. മാം നോക്കിക്ക്, ഇത് എങ്ങോട്ടാ പോകുന്നത്? ഈ ഇതിനകത്തേക്കാ കയറി പോകുന്നത്, ശരിയാണ്? ഈ ലൈൻ വെച്ചൊന്ന് എയിം ചെയ്ത് നോക്കിയാ ഇത് എങ്ങോട്ടായിരിക്കും പോകുന്നത്? ആ പുല്ലിനകത്തേക്ക്. അങ്ങനെ തന്നെ അല്ലേ? ഈ മിററിൽ നോക്കിക്ക്. കണ്ട, എനിക്ക് പോകേണ്ടത് ഈ റോഡിലേക്കാ. അപ്പൊ എന്ത് ചെയ്യണം ഞാൻ? ഇങ്ങനെ തന്നെ ബാക്കിലേക്ക് പോകണോ അതോ ഈ വിഷ്വലിനെ മാറ്റണോ? ആ, ഇങ്ങോട്ടേക്ക് മാറ്റണം. അത്രയും മതിയാവോ? എന്താ ഇപ്പൊ മനസ്സിലാകത്തെന്ന് വെച്ചാൽ വണ്ടി ഇങ്ങനെ ടോപ്പിൽ നിൽക്കുക, താഴെയാ ആ കാഴ്ച. അതുകൊണ്ടാ വ്യത്യാസം തോന്നുന്നത് മാമിന്. ഒരു ഇത്തിരി കൂടെ റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്ത് വെച്ചോ, മതി. ഇനി ഒന്ന് മൂവ് ചെയ്ത് നോക്കിയാൽ ഈ വിഷ്വല് പതുക്കെ ഇങ്ങോട്ട് മാറുന്ന കാണാൻ പറ്റും, താഴെ ചെല്ലുന്നതനുസരിച്ച്.
കണ്ടാ, നിർത്ത്. ടോപ്പിൽ നിൽക്കുന്നോണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെയാണ് ഇപ്പൊ വണ്ടി നിൽക്കുന്നത്. കണ്ടാ, ഇങ്ങോട്ട് ചെല്ലുന്നു എന്നാണ് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. മിററിൽ നോക്കിക്കേ, കറക്റ്റ് അല്ലേ അല്ലേ? അപ്പൊ ആ തിരിവ് പോരാ, കൂടുതൽ തിരിച്ച് റൈറ്റിലേക്ക് തിരിച്ചാ. ഇപ്പൊ ദേ കണ്ട, കറക്റ്റ് ദേ ഇങ്ങോട്ടൊക്കെയാണ് നമ്മൾ വണ്ടിയെ പൊസിഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഒന്ന് മൂവ് ചെയ്ത് നോക്കിയാ, മാറി വരുന്ന കണ്ടാ? ആ വരട്ടെ, കിട്ടുന്നുണ്ടാ? ഇപ്പൊ എന്തായിരിക്കും സൗണ്ട് കേൾക്കുന്നത്? പുല്ല് 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 കിട്ടിയാന്നൂടെ? ഒന്നൂടെ ഡ്രൈവ് ഇട്ടെ, ന്യൂട്രല് ഡ്രൈവ്. ആ വീലൊന്ന് നേരെയാക്കി ഒരു പൊടിക്ക്, വീലൊന്ന് സ്ട്രൈറ്റ് ചെയ്താൽ മതി. അതെല്ലാം നോക്കണ്ട, വെറുതെ നമ്മൾ റൈറ്റ് തിരിച്ച വണ്ടിയാ. ഒന്നോടെ തിരികെ മതി, ജസ്റ്റ് ഒന്ന് മുന്നോട്ട് കയറിക്ക. ടെൻഷൻ ഒന്നും വേണ്ട. ബ്രേക്കൊന്ന് കാലെടുത്താൽ പുറകോട്ടൊന്നും പോവില്ല. ധൈര്യമായിട്ട് കാലെടുത്തോ. കണ്ടാ, പതുക്കെ ഒന്ന് ആക്സിലേറ്റർ കീപ്പ് ചെയ്തേ, കൊടുക്ക്. അവിടെ നിക്കട്ടെ. റിവേഴ്സിൽ ന്യൂട്രല് റിവേഴ്സ്. ഓക്കെ, എനിക്ക് പോകേണ്ടത് എങ്ങോട്ടാന്ന് അറിയാമല്ലോ, റൈറ്റിലേക്കാ പോകേണ്ടത്. അപ്പൊ ഈ വണ്ടി നേരെ പോണോ റൈറ്റിലേക്ക് ചരിഞ്ഞു പോണോ? അപ്പൊ ചരിക്കും. ഓക്കെ, കുറച്ചുകൂടെ ചരിച്ചു വെച്ചോ. അപ്പൊ മാമന് ഐഡിയ കിട്ടും മൂവ് ചെയ്യുമ്പോ. ഇപ്പൊ വെറുതെ ഒരു ലക്ഷ്യവും ഇല്ലാതെ ഞാനൊന്ന് റൈറ്റ് തിരിച്ചു വെച്ചിരിക്കുക ഈ വണ്ടിയെ. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തേ, കണ്ട ഈ വിഷ്വല് പതുക്കെ ഈ ട്രാക്കിലേക്ക് വന്നോണ്ടിരിക്കുന്ന മാമന് അറിയാൻ പറ്റും. പതുക്കെ ഒന്ന് മൂവ് ചെയ്തേ, കണ്ടാ? ഇച്ചിരി മൂവ് ചെയ്തേ. പ്രോപ്പർ ആയിട്ട് ഇവിടെ എത്തിന്ന് തോന്നുമ്പോ ഒന്ന് നിർത്താവുള്ളൂ. ആയാ? ഇച്ചിരി കൊണ്ടുപോ. ഇപ്പൊ ആയാ? ഈ സാധനം കൊണ്ടുവരാനല്ല ഞാൻ പറഞ്ഞ, എയിം ചെയ്യാൻ വേണ്ടിട്ടാ. ഈ ഒരു നീല ട്രാക്ക് കണ്ടാ മാം, അത് നമുക്ക് പോകേണ്ടത് ഈ വഴിയിലേക്കാണ്, ഇങ്ങോട്ട്. നേരത്തെ നിന്നിരുന്നത് ഈ പുല്ലിന് നേർക്കായിരുന്നത്. അതിനെ നമ്മൾ തിരിച്ചു വെച്ചിട്ട് പുറകോട്ട് എടുത്തത് കൊണ്ട് ഇങ്ങനെ നിന്നത് ചരിഞ്ഞ് ഇപ്പൊ ഈ റോഡിലേക്ക് ആയി തുടങ്ങി. കണ്ടാ, ഒരു ഇത്തിരി കൂടെ മാം മൂവ് ചെയ്താൽ ഇത് പ്രോപ്പർ ആയിട്ട് ഈ റോഡിലേക്ക് കിട്ടും. ബാക്കിലേക്ക് ഒന്ന് മൂവ് ചെയ്താ, ഒന്ന് മൂവ് ചെയ്തേ. തിരിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തേ. കണ്ടാ, കറക്റ്റ് ആ റോഡിലേക്ക് ആയില്ലേ? ഈ വിഷ്വൽ നോക്ക്, കറക്റ്റ് ആ റോഡിലേക്കല്ലേ വണ്ടി നിൽക്കുന്നത്. ഇപ്പൊ വീലൊന്ന് നേരെയാക്കി വെക്ക്. ഈ രണ്ട് യെല്ലോ ലൈനും ഇതിന് ഈക്വൽ ആയാലും വീല് നേരെയാവും. ആയില്ല? ഇപ്പൊ കണ്ടാ, വീല് സ്ട്രൈറ്റ് ആയി. ഇനി മാം വിട്ടുകൊടുത്താൽ ഇത് ഈ കുഴി കണ്ട, അതിനകത്തേക്കായിരിക്കും വണ്ടി വരുന്നത്. ഒന്ന് പുറകോട്ട് പോയി നോക്കി. അങ്ങനെ തന്നെയല്ലേ പോകുന്നത്? മുഖത്തെ എക്സ്പ്രഷൻ കൂടെ മാറ്റിയായിരിക്കും. അങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. നോക്ക്, തിരിക്കാൻ വളയ്ക്കും ഒന്നും വേണ്ട, വെറുതെ ബാക്കിലേക്ക് പോയാൽ മതി. കറക്റ്റ് ആയിട്ടല്ലേ പോകുന്നത്? പോട്ടെ, പോയിക്കോട്ടെ, നിർത്ത്. ഈ റെഡ് ലൈൻ കണ്ട, വണ്ടിയുമായിട്ട് നിയർ ആണ് അത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ കുഴിയിൽ റെഡ് ലൈൻ വരുന്നതിന് മുമ്പ് ഒന്നുകൂടെ നിർത്തണം. പതുക്കെ വാ. കുഴിയുടെ സ്റ്റാർട്ടിങ് കണ്ട അവിടെ, ഇച്ചിരിയുടെ വാ, അവിടെ നിൽക്കട്ടെ. ഇത് കുഴിയുടെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ഇതിനർത്ഥം ഇപ്പൊ വണ്ടിയുമായിട്ട് 2 ചുവട് ദൂരത്ത് ആ കുഴിയുണ്ടെന്ന്. ഓക്കെ, അതൊരു വോളോ അല്ലെങ്കിൽ ഇടിക്കാനുള്ള എന്തൊരു വസ്തുവാണെങ്കിൽ മാം ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിർത്തിക്കോണം. ഇതിലും പുറകോട്ട് പോയാൽ അതായിട്ട് വണ്ടി തട്ടും. ഓക്കെ, ഈ ടോപ്പ് വ്യൂ നോക്ക്, കണ്ട ഇത്രയും ദൂരത്ത് കൃത്യമായിട്ട് ആ കുഴിയുണ്ട്. പതുക്കെ ലാൻഡ് ചെയ്യിക്കുക അതിനകത്തേക്ക്. വരട്ടെ. അത് റെഡ് ക്രോസ് ചെയ്ത് കണ്ട, ഇപ്പൊ വീല് കുഴിയിൽ വീഴുന്ന മാമിന് അറിയാൻ പറ്റും. ഒന്ന് പതുക്കെ ഒന്ന് അനങ്ങിക്ക്. ബാക്ക് വീല് കുഴിയിൽ ഇറങ്ങുന്ന അറിയാൻ പറ്റും. കണ്ട, കൃത്യം 2 അടി മാറിയപ്പം വണ്ടി അതിനകത്ത് വന്ന് വീണ്. ഇനിയും ബാക്കിലേക്ക് പോ. പതുക്കെ ലാൻഡ് ചെയ്യിക്ക്. ആ തന്നെ, ഓക്കെ അല്ലേ? എനിക്കിത് ഈ വണ്ടി ഇവിടെ കൊണ്ടുവരണമെന്ന് വിചാരിക്കും. ഈ വഴി കണ്ട, ഇവരുടെ എൻട്രൻസ്, അതിലേക്ക് കൊണ്ടുപോകണം. എന്ത് ചെയ്യണം? ഇല്ല, റിവേഴ്സിലാണ്. എനിക്ക് പുറകോട്ടാ കൊണ്ടുപോകണ്ടേ. അപ്പൊ മേളിൽ കിടന്ന വണ്ടി നമ്മൾ ഉരുട്ടി ഇവിടം വരെ കൊണ്ടുവന്നു. എനിക്ക് അതേപോലെ ഇങ്ങോട്ടേക്ക് പോകണം. എന്ത് ചെയ്യണം മാം? റൈറ്റിലേക്കൊന്ന് തിരിച്ച്. എങ്ങോട്ടാ വണ്ടി പോകാൻ പോകുന്നതെന്ന് നോക്കിയേ. ഇത് ഇവിടെ മാർക്കിങ് കാണിച്ചു തരും. വെറുതെ ഒന്ന് തിരിച്ച്. വണ്ടി എങ്ങോട്ട് പോകും? ബാക്കായത്. ഇങ്ങോട്ടേ വരുള്ളൂ. എനിക്ക് വരേണ്ടത് ഇവിടെയാ. എന്ത് ചെയ്യണം?
ചെയ്തു നോക്ക്. നീങ്ങരുത്. നീങ്ങരുത്. ഈ പൊസിഷൻ ആദ്യം ഇവിടെ കൊണ്ടുപോവാ. അതിനെന്ത് ചെയ്യണം? തിരിക്കണം. തിരിക്ക്. ഇപ്പോഴും വന്നിട്ടില്ല, കണ്ട? ഇനിയും തിരിക്ക്. കണ്ട? വളഞ്ഞു വന്ന ആ വഴിയിലേക്ക് വെച്ചിരിക്കുന്ന കണ്ട? ഓക്കെ. ഇനി മാം മൂവ് ചെയ്താല് ഇത് കണ്ട, ഇതാണ് കറന്റ് പൊസിഷൻ. നീല കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ വണ്ടി നിൽക്കുന്നത് ഈ റോഡിലേക്കാണ്, ബാക്കിൽ കാണുന്ന റോഡിലേക്കാണ് നിൽക്കുന്നത്. നമുക്ക് വരേണ്ടത് ഇവിടെയാണ്. നമ്മളപ്പോ ആദ്യം ഈ ഡൈനാമിക് നാവിഗേഷൻ എന്നാ ഇതിന് പറയുന്നത്. വണ്ടി എങ്ങോട്ടാണ് പോകാൻ പോകുന്നതെന്ന് നമുക്കൊരു ഇത് തരുന്നത്. വണ്ടി ഓൾറെഡി നമ്മൾ ഇങ്ങോട്ട് പോകാനായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ കറന്റ് പൊസിഷൻ ഇവിടെ വരുമ്പോൾ നമ്മുടെ വണ്ടി ആ വഴിയിലായി. പതുക്കെ ഒന്ന് വിട്ടുകൊടുത്ത് നോക്കിയാൽ ഇത് കറങ്ങി ഇങ്ങോട്ട് വരുന്ന മാമിനെ കാണാൻ പറ്റും. കണ്ട? തിരിഞ്ഞു നോക്കണ്ട, ധൈര്യമായിട്ട് ഇവിടെ നോക്കിയോ. ബാക്കിയും കൂടെ തിരിച്ചോ ഇനി തിരിക്കാനുണ്ടെങ്കിൽ. പോരുതേ, ഒറ്റ സെക്കൻഡ്. പുറകിൽ വണ്ടിയുണ്ട്. ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് പുറകിൽ വരുന്ന വണ്ടികൾ. പതിയെ ബാക്കിലേക്ക് പോ. കാണുന്നുണ്ടോ ആ വഴിയിലേക്ക് വരുന്നത്? ആ വഴിയിൽ നമുക്ക് കേറാൻ പറ്റുമോ? ഈ വഴിയിലേക്ക് കേറാൻ പറ്റാത്ത എന്തുകൊണ്ടായിരിക്കും? നമ്മൾ താമസിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് തിരിച്ചത്. കുറച്ച് മുന്നേ ആയിരുന്നു നമുക്ക് എളുപ്പം ആ വഴിയിലേക്ക് കേറാൻ പറ്റുക. ഇപ്പോഴും നമ്മുടെ ലെഫ്റ്റ് സൈഡ് കണ്ട, ഇത് ആ വഴിയിലോട്ട് പകുതി കേറും. റൈറ്റ് സൈഡ് കേറില്ല, റൈറ്റ് സൈഡ് ഇവിടെ വരും. പതുക്കെ മാം ഒന്ന് ബാക്കിലേക്ക് വന്ന് കണ്ട, ലെഫ്റ്റ് സൈഡ് അവിടേക്ക് പോകും, പക്ഷെ റൈറ്റ് സൈഡ് ഇവിടെ തട്ടും. കിട്ടുന്നുണ്ടോ? ഉറപ്പാണ്. ഇത് വെറുതെ ഒരു ഐഡിയക്ക് വേണ്ടി ഞാൻ കാണിച്ചു തന്നെ. നമുക്കൊരു വഴിയിൽ പോയി കൃത്യമായിട്ട് ബാക്ക് പോവാം. ആ വീല് നേരെയാക്കി വെച്ചേരും. ഇനി എവിടെ ശ്രദ്ധിക്കണം? എന്ത് വേണം? അത് ഇവിടെയാ നോക്കണ്ട, ഇവിടുന്ന് ഒഴിവാക്കണം വണ്ടി. അതിനെന്ത് ചെയ്യണം? ആലോചിച്ചാൽ മതി. ഇപ്പൊ ഞാൻ നേരെ പുറകെ നിപ്പുണ്ട്, ഞാൻ ബാക്കിലേക്ക് വന്നാൽ എന്നെ വണ്ടി തട്ടും. ഉറപ്പല്ലേ? എന്നെ തട്ടാതെ പോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചാൽ മതി. ആ അങ്ങോട്ടായിരിക്കുമോ? ഇവിടെയാ തട്ടാൻ പോണേ. ആ ഡൽഹി എന്നിട്ടാണെങ്കിൽ നോക്കതേ ഇവിടുന്ന് മാറുന്നുണ്ടോ നോക്ക്. എൻ്റെ അടുക്കൽ മാറുന്നുണ്ടാ? ഇല്ലെങ്കിൽ കൂടുതൽ തിരിവ് കൊടുക്കുമ്പോൾ മാറും. ഇനൊന്ന് മൂവ് ചെയ്ത് നോക്ക്. അനക്കി എൻ്റെ അടുക്കൽ മാറിയെന്ന് ഉറപ്പുള്ളപ്പം നിർത്തണം. മാറിയാ? അപ്പം നിർത്തും. എന്നിട്ട് എന്ത് ചെയ്യണം? തിരിച്ചത് നേരെയാക്കി വെച്ചേക്ക്. നേരെ ആയില്ല, നേരെ ആയില്ല. ആ ഇനി നോക്കിക്കേ. ഇനി എന്നെ തട്ടാതെ ഈ വണ്ടി പാസ് ചെയ്യും. ഇവിടെ വാ. ഇനി എന്നെ തട്ടില്ലല്ലോ, നമ്മൾ ഗ്യാപ്പ് എടുത്തല്ലോ. വാ വരട്ടെ. കണ്ട? ഇനി അവിടെ നോക്കിയാൽ മതി. അവിടെ തട്ടുവന്നു. തട്ടുവാ? ഇതിപ്പോ ഞാൻ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാ സൗണ്ട് കേൾക്കുന്നത്. എൻ്റെ കൈ ഉള്ളതുകൊണ്ടാ. അവിടെ തട്ടുവാ? കുറച്ച് സ്പേസേ ഉള്ളൂ. ഒന്നാമത് എന്ത് ചെയ്യണം? മൂവ് ചെയ്യും തോറും അവിടുന്ന് വണ്ടിയെ മാറ്റിയെടുത്തോണം. ഇനി ഇവിടെ ഉണ്ടായിരുന്ന തടസ്സം ഞാനായിരുന്നു. എന്നെ തട്ടാതെ ഞാൻ മാറ്റിയിട്ട് ഈ കാറിനെ അവിടം വരെ കൊണ്ടുവരികയും ചെയ്തു. പിന്നെ എന്നെ ഈ സൈഡ് ഇരിക്കില്ല വണ്ടി. പിന്നെ മൂവ് ചെയ്യും തോറും അവിടെ തട്ടാതെ നോക്കിയാൽ മതി. അവിടുന്ന് വീണ്ടും സ്ഥലം എടുത്ത് വന്നാൽ മതി. ആ ഇച്ചിരി ബെൻഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് പതുക്കെ മൂവ് ചെയ്യും. അവിടെ സ്ഥലം കുറയുന്നതനുസരിച്ച് ആ ബെൻഡ് കൂട്ടാവുള്ളൂ. അവിടെ വീണ്ടും ഒരു വിഷ്വൽ തെളിഞ്ഞ് കിട്ടിയാൽ മറ്റു നേരെ ആക്കി പോകണം. കിട്ടിയാ? എവിടെയാണോ തട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്ഥലം കുറയുന്നു, അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും നേർക്ക് നിൽക്കുന്നത് തോന്നിയോ ആ മിററിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തോണം. അവിടെ ഒരു സ്ഥലം ഉണ്ടാക്കിയെടുത്തോണം. അവിടെ ഒരു സ്ഥലം കിട്ടിയാൽ പിന്നെ അവിടെ പേടിക്കണ്ട, പിന്നെ അവിടെ ഇരിക്കില്ല. അടുത്ത സ്ഥലം നോക്കി പോയിക്കോണം. കിട്ടുന്നുണ്ടോ? ഒന്നുകൂടെ 50 നോക്കണ്ട. ഇതിൻ്റെ അവിടെ വരെ പോകും. ആ വൈകിട്ട് പോകും. ഒരാളുടെ സഹായം അവിടെ വരെ പോകും. ആ റോഡ് വരെ പോകും. മൂവിയില്ലെങ്കിൽ ഒരു ചെറിയ സപ്പോർട്ട്, വണ്ടി ഹോൾഡ് ചെയ്യുന്നത് തന്നെ സപ്പോർട്ട് കൊടുക്കുമ്പോൾ അനങ്ങാൻ തുടങ്ങുന്നുണ്ടാവും. ഇതിലൂടെ പോട്ടെ ഇതിലൂടെ പോട്ടെ. ആ മതി, നിൽക്കട്ടെ. ഞാൻ തന്നെ നോക്കി. എനിക്ക് പോകാനുണ്ടായിരുന്നു. ഞാൻ
രണ്ട് സൈഡും നോക്കി എവിടെയാണ് വീതി കൂടുതലായിട്ട് കാണുന്നത് നോക്കി. ഇവിടെ. അപ്പോൾ ഈ സ്ഥലം പേടിക്കാനില്ല, ഉടനെ ഇവിടെ ഒരു തട്ട് കിട്ടൂല. സ്ഥലം കുറവുള്ളത് എവിടെയാണ്? അവിടെയാണ്. അപ്പോൾ അവിടെ വണ്ടി ഒരു ഒബ്ജക്റ്റിലും ചെന്ന് ഇടിക്കാത്ത രീതിയിൽ പതുക്കെ ബാക്കിലേക്ക് കിട്ടണം. എപ്പോഴാണോ ഇടിക്കുന്നതെന്ന് തോന്നുന്നു അതിനനുസരിച്ച് വണ്ടിയുടെ പൊസിഷൻ മാറ്റിക്കണം. പതുക്കെ ബാക്കിലേക്ക് റിവേഴ്സ് ഇടണം. ഇപ്പം തിരിച്ച് മാറ്റണോ അതോ ഇവിടെ വന്നിട്ട് മാറ്റിയാൽ മതിയോ? അപ്പോൾ അത്രയും വിട്ടു കൊടുക്കുകയാണെങ്കിൽ ഈ ഗ്യാപ്പങ്ങ് കിട്ടിയിട്ട് കളഞ്ഞിരിക്കും. കാരണം അയാൾ നിൽക്കുന്ന അവിടം വരെ സമയമുണ്ട് നമുക്ക്. ഇച്ചിരി ബാക്ക് ഇറങ്ങിയിരിക്കുക ഇച്ചിരി പോട്ടെ. നോക്കി കേൾക്കണ്ട. അവിടെ ഈ സ്ഥലം ഉണ്ടെന്ന് മാമിന് അറിയാമല്ലോ. എട്ടിലേ ഇടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടം വരെ ഈ വണ്ടിയെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ ഗ്യാപ്പിലേക്ക്. ഇപ്പം തൊട്ട് നോക്കിക്കേ, ഇവിടെ കുറഞ്ഞ സ്ഥലം. പകരം അവിടെ സ്ഥലം വന്നോ നോക്കിയിട്ട് കണ്ട. ഇനി ഒരു കിട്ടിയാൽ നോക്കണ്ടേ, കാരണം തട്ടാൻ പോണത് ഇവിടെയാണ്. ഇനി മൂവ് ചെയ്യും തോറും വണ്ടി ഇവിടുന്ന് മാറിയേ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ബെൻഡ് വയ്ക്കണം. എങ്ങോട്ടാണോ മാറ്റേണ്ടത് അങ്ങോട്ട് ബെൻഡ് വയ്ക്കും. ബെൻഡ് വെച്ചാൽ ഇനി ഒന്ന് മൂവ് ചെയ്ത് നോക്കി, ഇവിടുന്ന് മാറുന്നുണ്ടോ നോക്കിയാൽ. അനങ്ങുമ്പോൾ മാറിയില്ലാന്ന് തോന്നിയാൽ നിർത്തിയിട്ട് വീണ്ടും ബെൻഡ് ചെയ്തോണം. നിർത്തിയിട്ട് കൂടുതൽ ബെൻഡ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് മാറ്റണേ കൂടുതൽ തിരിക്കേണ്ടി വരും. കണ്ട. എന്നിട്ട് പതുക്കെ അനങ്ങട്ടെ. മാറി എന്ന് തോന്നുമ്പോൾ വീണ്ടും നേരെ ആക്കിക്കോണം. മാറിയാ? ആ ഇച്ചിരി കൂടെ മാറ്റി. മാറിയാ? എന്നിട്ട് എന്ത് ചെയ്യണം? മതി. ഇപ്പം മാറിയില്ലേ? അയാൾ നിൽക്കുന്നതുകൊണ്ടാണ് മാമിനെ കാണാൻ പറ്റാതെ. ഇച്ചിരി ഒതുങ്ങി നിൽക്കുക. കാണാൻ മേല. ഇങ്ങോട്ട് മാറി കാണാൻ. ഇപ്പം കണ്ട കാഴ്ച വന്നില്ലേ? ആ മണ്ണത്ര നേരെയാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. തിരിച്ചത് നേരെയാക്കി കൊടുക്കണം. ആയാ? ഇനി നോക്കിക്കും, ഇവിടെ ഫുൾ വിഷ്വലുണ്ട്. അപ്പുറത്തെ വിഷ്വലും നോക്കിക്കും. തെറ്റായിട്ടാണ് നിൽക്കുന്നത്. എവിടം വരെ വരാൻ പറ്റും? നിയറായി പോകും അങ്ങോട്ടേക്ക്. എവിടം വരെ വരാൻ പറ്റും? അവിടെ നിയർ ആവുന്നു എന്ന് തോന്നുമ്പോൾ അവിടുന്ന് മാറ്റിക്കോണം. ഇപ്പോഴൊന്നുമില്ല. ആ ഡിസ്റ്റൻസ് മാമൻ അറിയാം. ഇപ്പോഴേ തിരിച്ച് മാറ്റരുത്. ഇപ്പോൾ തിരിച്ച് മാറ്റി എന്ത് പറ്റുമെന്ന് വെച്ചാൽ വീണ്ടും അവിടെ സ്ഥലമില്ലാതായി പോകും. മാമൻ നോക്കില്ലേ, അയാൾ നിൽക്കുന്ന സ്ഥലം വരെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. അവിടെ വരെ ഈ വണ്ടിയെ കൊണ്ടുവരാൻ ബാക്കിൽ. കണ്ട? ബാക്കിലേക്ക് പോകാം. കണ്ട? പോരട്ടെ. കണ്ട? വല്ല പ്രശ്നമുണ്ടോ? ഇപ്പോൾ ധൈര്യമായിട്ട് വരാണ്ട്. ഇവിടെ ഇനി കുറയുമ്പോഴേ അവിടെ പ്രശ്നമുണ്ട്. കാരണം അവിടെ നിന്ന് ഇപ്പോൾ വൈഡായിക്കൊണ്ടിരിക്കുക വണ്ടി. നമ്മൾ ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്. കിട്ടിയാ? അവിടെ നിൽക്കുന്നു. ഒന്നുകൂടെ ട്രൈ ചെയ്യും. മുന്നോട്ട് പോകും. അതുപോലെ വലിയ സംബന്ധിച്ചൊരു കാര്യം നോക്കിയാൽ ഇവിടെ ഫ്രീ ആണ്, ഓപ്പൺ ഏരിയയാണ്. ഇവിടെ ഒരു തട്ട് കിട്ടിയാലും വലിയ പരിക്കില്ല വണ്ടിക്ക്. ആ സൈഡ് നോക്കിയാൽ റിസ്ക് ഉള്ള സ്ഥലമാണ്. മാം ആ ഒരു മിറർ മാത്രം ഫോക്കസ് ചെയ്ത് ബാക്കിലോട്ട് പോയി നോക്കും. അവിടെ സ്ഥലമില്ലാതെ നമ്മൾ സ്ഥലം ഉണ്ടാക്കിയെടുക്കണം. സ്ഥലം കിട്ടി ഉടനെ നേരെ ആക്കിക്കോണം. പിടി കിട്ടുന്നുണ്ടോ? ഞാനൊന്ന് മാറി വയ്ക്കും. അല്ല അലാറം അടിച്ചോടാം.